ഇടുക്കി ചിന്നക്കനാലിൽ കാട്ടാനക്കൂട്ടം കൃഷി നശിപ്പിച്ചു. 6 ആനകളാണ് ഇവിടെ ഇപ്പോൾ തമ്പടിച്ചിരിക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകരെ ഇപ്പോൾ കാണിക്കാം. കട്ടപ്പനയിൽ നിന്ന് രാഹുൽ വിജയൻ കൂടി നമുക്കൊപ്പം ചേരും വിശദാംശങ്ങൾ നൽകാൻ. ആന വരുന്നുണ്ട്. ആന വരുന്നത് കൊണ്ട് ഭയന്ന് രാഹുൽ വിജയൻ മാറി നിൽക്കുകയാണോന്നറിയില്ല. രാഹുൽ വിജയൻ നമുക്കൊപ്പം ചേരുന്നു. രാഹുൽ വിജയൻ പറയൂ. ഗുഡ് മോർണിംഗ്. കോഴിപ്പന്നക്കുടിയിലാണ് ഈ കാട്ടാനക്കൂട്ടം നിലവിൽ തമ്പടിച്ചിരിക്കുന്നത്. 100 കണക്കിന് ഏലച്ചെടികൾ ഈ കാട്ടാനകൾ ചവിട്ടി മെതിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടുത്തെ കർഷകരാണ് നമ്മളെ ഈ കാര്യം അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടമുണ്ട്. RRTയുടെ നിരീക്ഷണമൊക്കെ കൃത്യമായി നടന്നു വരികയായിരുന്നു. പക്ഷേ ഇന്ന് RRT ഈ സംഭവ സ്ഥലത്തേക്ക് എത്തിയിട്ടില്ല എന്നുള്ള ഒരു പരാതി കൂടി നാട്ടുകാർ പറയുന്നുണ്ട്. പുലർച്ചയോടുകൂടിയാണ് ഈ കോഴിപ്പന്നക്കുടിയിലേക്ക് കാട്ടാനക്കൂട്ടം എത്തുകയും കൃഷി നശിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇനി കാട്ടാനകൾ ജനവാസ മേഖലയിൽ ഇറങ്ങുന്നത്, അതുപോലെ തന്നെ ഈ ഏലത്തോട്ടത്തിൽ ഇറങ്ങുന്നതുമൊക്കെ പതിവാകുന്ന ഒരു കാഴ്ചയായി മാറും. കാരണം മഴ മാറിയിട്ടുണ്ട്, വെയിൽ തെളിഞ്ഞിട്ടുണ്ട്. ഭക്ഷണത്തിൻ്റെ ഒരു കുറവ് അവർക്ക് പല സ്ഥലത്തും ഈ കാട്ടാനകൾക്ക് അനുഭവപ്പെടും. അതുകൊണ്ട് തന്നെ ഈ ഏലത്തോട്ടത്തിൽ വന്ന് ഏലക്കയൊക്കെ പറിച്ച് തിന്നുക എന്നുള്ളതായിരിക്കും ഇനി ആനകളുടെ പ്രധാന ദൗത്യമെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ഈ ഏലക്ക കഴിക്കുന്നത് അവർക്കൊരു പ്രത്യേക രുചിയായി മാറിയിട്ടുണ്ട് എന്നുള്ളത് വനംവകുപ്പ് തന്നെ അറിയിച്ചിട്ടുണ്ട്. അതിൻ്റെ രുചി പിടിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏലത്തോട്ടത്തിലായിരിക്കും കൂടുതൽ കാട്ടാനകൾ എത്തുക. അത് കർഷകർക്ക് വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാകും. അതിനൊരു പ്രതിവിധി RRT സംഘം ആനകളെ ഓടിക്കുക എന്ന് മാത്രമാണ്. അത് കൃത്യമായി അവർ ചെയ്യുക തന്നെ ചെയ്യണം. ഇന്നിപ്പോൾ എന്തായാലും RRT സംഘം ഈ പ്രദേശത്ത് ഇതുവരെ എത്തിയിട്ടില്ല. ഉടനെ എത്തുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് കർഷകർക്കുള്ളത്. SKN.